ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു. എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. പിന്നെ ഇന്ന് ഒരു നല്ല അടിപൊളി രസമാണ് കേട്ടോ. നല്ല കോരിച്ചെരിയുന്ന മഴയാണ്. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു രസം, ചൂടുള്ള രസം വെച്ചിട്ട് കുടിക്കാമെന്ന്. അപ്പോൾ രസത്തിന് വേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? എല്ലാവരും ചെയ്യണത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയോ കേട്ടോ. നല്ല മുഴുവമല്ലിയില്ലേ, മല്ലി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കുറച്ച് കല്ലുപ്പും ഇട്ടിട്ട് അമ്മിയിൽ തന്നെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അമ്മിയിൽ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ രസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. കുരുമുളക് കുറച്ച് അധികം എടുക്കണേ, എന്നാലാണ് ആ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ വെളുത്തുള്ളിയും നല്ലോണം എടുക്കുക. ഇതൊരു മരുന്ന് പോലെ നമുക്ക് കഴിക്കണം. അതായത് മരുന്ന് എന്നല്ല, നല്ല തൊണ്ടക്കെല്ലാം നല്ല സുഖം കിട്ടും. എന്താ വെച്ചാൽ ഈ മഴയല്ലേ, അപ്പോൾ ഈ കുരുമുളകിൻ്റെയും ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ്, കുറച്ച് മല്ലിയും എല്ലാം കൂടിയിട്ട് ഉള്ള രസത്തിനുള്ളൊരു ടേസ്റ്റ് ഇല്ലേ, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ നല്ല തുടുത്ത പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അത് നല്ല കുനുകുനാന്നരിഞ്ഞു. അതരിഞ്ഞ് എല്ലാം കൂടിയിട്ട് അതിലിട്ടിട്ട് ഒരു നല്ലോണം കശക്കി നല്ല ഞമണ്ടി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരിക. പിന്നെ പറയുമ്പോൾ തന്നെ നല്ല വായിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. നല്ല രസവും നല്ല എന്താ പറയുക, ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഇതിന് ഭയങ്കര കോമ്പിനേഷനെ. അപ്പോൾ എൻ്റെ തക്കാളി അരിയിലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇല്ലാത്ത സംഭവം ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെ രസം വയ്ക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ഇടണം. തക്കാളി ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളിയുടെ ആ പുളിപ്പ് നല്ല ടേസ്റ്റാണ്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവുണ്ട്, എന്നാലും കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഞാൻ ചട്ടിയിൽ ഫസ്റ്റ് ഇട്ടു. എന്നിട്ട് ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിക്കണേ. ഒരു നുള്ള് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ആ പുളിവെള്ളത്തിൽ നിന്ന് കുറച്ച് പുളിവെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ട് അതിന് നല്ലോണം കൈയിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കുഴച്ചെടുക്കുക. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് കടുകൊക്കെ വറക്കേണ്ടതല്ലേ. അപ്പോൾ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഒരു എന്താ പറയുക, ഒരു മേമ്പടിക്കെന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പുളിയെല്ലാം നല്ലോണം ആവശ്യത്തിനൊക്കെ പിഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ, എത്ര കറി, എത്ര ലൂസ് വേണോ അതിനനുസരിച്ചാക്കി നല്ലോണം കുഴച്ചെടുത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഗ്യാസിൽ വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. ഈ രസം വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തിളച്ച് മറിയരുതേ. ലൈറ്റായിട്ടൊന്ന് തള വരാനേ പാടുള്ളൂ, അല്ലെങ്കിൽ കയ്പ്പടിക്കും. മനസ്സിലായോ? അപ്പോൾ അത് തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ കശപ്പടിക്കും. ഓക്കെ. അതിനുശേഷം ഞാൻ കടുകിട്ടു, ഉണക്കമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് വറുത്ത് പൊട്ടിച്ച് നമ്മുടെ രസത്തിലേക്കൊന്ന് ഒഴിച്ചു. ഷീന്ന് വരുന്ന ആ ഒരു ഒച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെല്ലാം ഒഴിച്ച് പിന്നെ ഒരു തവി ഇതിൽ വീണ്ടും എടുത്ത് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി രസം റെഡി. അപ്പോൾ മഴയത്ത് വേഗം എല്ലാവരും ഉണ്ടാക്കിക്കോ, എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചോ. നമ്മുടെ തൊണ്ടയ്ക്കുള്ള കിച്ചിനും എല്ലാത്തിനും നല്ല കുരുമുളക് രസം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.